അമ്മേ എന്താടാ? എന്ത് വേണം എന്റെ മോന്? അമ്മേ എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് താ അമ്മേ. വേണ്ട, ഇനി ചോക്ലേറ്റ് ഒന്നും വേണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി മതി കുട്ടാ. പറ്റില്ല, എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് വേണം അമ്മ. കുട്ടാ പറയുന്ന കേക്ക്. ഇനി ചോക്ലേറ്റ് കഴിച്ചാ നിന്റെ വയറിനും വല്ല അസുഖം പറ്റുവേ? പറ്റില്ല, എനിക്ക് ചോക്ലേറ്റ് വേണം. എനിക്ക് ചോക്ലേറ്റ് തന്നേ പറ്റൂ, എവിടെ ആണെങ്കിലും. സിദ്ധു, ദേ അമ്മ എനിക്ക് ചോക്ലേറ്റ് വാങ്ങിച്ച് തരണ്ടോ? സിദ്ധു പറയുന്ന കേക്ക്. സിദ്ധു, എനിക്ക് ചോക്ലേറ്റ് വേണം അമ്മ. സിദ്ധുവേട്ടാ, സിദ്ധുവേട്ടന് എന്തിനെങ്ങനെ വാശി പിടിച്ച് അമ്മയെ ശല്യം ചെയ്യുന്ന? അമ്മയെ മാത്രമല്ല എല്ലാവരും ഇതുപോലെ ശല്യപ്പെടുത്താറുണ്ടല്ലോ. ഇതൊരു മോശം പ്രവൃത്തിയല്ലേ? ഗോപികെ, സിദ്ധു അത്ര മോശപ്പെട്ട ആളൊന്നും അല്ല. അത് ശരിക്കും സിദ്ധുവിന് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് മാത്രമല്ല ഞാൻ ഇങ്ങനെ പറയുന്നേ. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങളുടെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരൻ ഒരിക്കലും സിദ്ധു ആയിരിക്കില്ല. അവന് ഒരിക്കലും അങ്ങനെ ചെയ്യാനാവില്ല മോളെ. സ്വന്തം മകനെ ഏതൊരമ്മയെ ന്യായീകരിക്കല്ലേ ഉള്ളൂ. ഞാൻ ന്യായീകരിക്കുന്ന അല്ല മോളെ. ഗോപു, മാഡം പറഞ്ഞ ശരിയാ. ഞാനും മാഡം പറഞ്ഞു തന്നെ വിശ്വസിക്കുന്നേ. ചേച്ചി, ഈ ഇടയായിട്ട് ഉറക്കത്തിൽ കൂട്ടൻ ആക്സിഡന്റിനെ കുറിച്ച് അവ്യക്തമായിട്ട് പറയാറുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. കുട്ടൻ ഉപബോധ മനസ്സിൽ നിന്നും ഇങ്ങനെയൊക്കെ പറയുമ്പോ അതിൽ എന്തെങ്കിലും സത്യം ഇല്ലാതിരിക്കോ? തീർച്ചയായും എന്തോ വാസ്തവ അതിലുണ്ട്. അതുകൊണ്ടാ മാഡം പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നത്. നീയും അത് വിശ്വസിക്കണം. ചേച്ചി പറഞ്ഞതുകൊണ്ട് ഇതെല്ലാം ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കണമെങ്കിൽ സിദ്ധുവേട്ടന്റെ അസുഖം മാറി സത്യം സിദ്ധുവേട്ടന്റെ നാവിന്ന് പുറത്തു വരണം. മതി, അത് മതി. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അമ്മ മിഠായി. അല്ല, നീ എന്താ ഈ ആലോചിക്കുന്നേ? ഞാൻ ആ ആക്സിഡന്റിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ഏത് ആക്സിഡന്റ്? ഏത് ആക്സിഡന്റിനെ കുറിച്ചായിരിക്കും ഞാൻ ചിന്തിക്കാൻ സാധ്യത? സിദ്ധുവിനുണ്ടായ ആക്സിഡന്റിനെ കുറിച്ച്. അതൊക്കെ നീ ഇപ്പൊ എന്തിനാ ആലോചിക്കുന്നേ? എനിക്കൊരു സംശയം. എന്ത് സംശയം? ആ ആക്സിഡന്റിൽ നിന്നും സിദ്ധു എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത്? എടി, നീ ഒന്ന് പതുക്കെ പറയടി. നീ ഇങ്ങനെ വേണ്ടാത്ത ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നാൽ ഒടുക്കം കുടുങ്ങാൻ പോകുന്ന നമ്മൾ തന്നെ ആയിരിക്കും കേട്ടോ. അത് പിന്നെ എന്റെ മനസ്സിൽ നിന്ന് ആ സംശയം പോകുന്നില്ല ഹരിയേട്ടാ, അതുകൊണ്ടാ ചോദിച്ചത്. ഓ, മുടിയാൻ നേരത്ത് നിന്റെ ഒരു സംശയം. എടി, അവൻ ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടത് അവന്റെ ഭാഗ്യം കൊണ്ടാ. ഇല്ലെങ്കിൽ അവിടെ തീരുമായിരുന്നു എല്ലാം. ദേ, അന്ന് തുടങ്ങിയതാ നമ്മുടെ നിർഭാഗ്യം. ദേ, അതിനുശേഷം നമുക്ക് തിരിച്ചടികൾ മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ തയ്യാറാക്കിയ എല്ലാ പദ്ധതികളും പൊളിഞ്ഞില്ലേ? സിദ്ധുവിനെതിരെ എന്ത് നീക്കം നടത്തിയാലും അതെല്ലാം പരാജയപ്പെടും. ഹരിയേട്ടാ, നമുക്ക് നിർഭാഗ്യമാണ്, കഷ്ടകാലമാണ് എന്നൊക്കെ പറഞ്ഞു നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഉടനെ സിദ്ധുവിന്റെയും ദേവികയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ദേവികയായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും. അതോടെ നമ്മുടെ കഥ തീരും. എടി, നീ ഇങ്ങനെ പേടിക്കാതിരിക്കേ. മുന്നോട്ടുള്ള വഴികൾ ഞാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഹരിയേട്ടന്റെ മനസ്സിലുണ്ടോ? ഇതെന്താണ്? ഇതേ മാരകമായൊരു വിഷമാണ്.
ആരും അറിയാതെ നീ ഇതെങ്ങനെയെങ്കിലും സിദ്ധുവിന്റെ മരുന്നിൽ ചേർക്കണം. ഈ വിഷം ചേർന്ന മരുന്ന് കഴിച്ചാൽ അധികം താമസിയാതെ അവൻ മരണപ്പെടും. അവൻ ചത്താൽ അതിന്റെ പഴി മുഴുവൻ ദേവിയേക്കായിരിക്കും. ആരെ അടുപ്പിക്കാതെ ഇപ്പൊ അവന്റെ ചികിത്സ നടത്തുന്ന അവളല്ലേ. അതുകൊണ്ട് മരുന്ന് കഴിച്ചവൻ മരിച്ചാൽ ദേവിക ഉറപ്പായും കൊടുക്കും. ഒരു വെടിക്ക് 2 പക്ഷി. ഇത് കിടിലം പ്ലാനാ. പക്ഷെ ഈ വിഷം എങ്ങനെ അവന്റെ മരുന്നിൽ കലർത്തും? ദേവിക എപ്പോഴും അവനെ ചുറ്റിപ്പറ്റി ആ മുറി തന്നെ ഉണ്ടാവും. അവളുടെ കണ്ണു വെട്ടിച്ച് ഇത് കലർത്തണ്ടേ? അത് ഇത്ര റിസ്ക് ആണ്. പക്ഷേ ആ കടമ്പ കടന്നാൽ അത് നമ്മുടെ മഹാവിജയമായിരിക്കും. പിന്നീട് ആരെയും ഭയപ്പെടാതെ നമുക്കിവിടെ ജീവിക്കാം. നമ്മൾ ലക്ഷ്യം വെച്ചതൊക്കെ നമുക്ക് നേടിയെടുക്കുകയും ചെയ്യാം. ഏത് വിധേനെ ഈ വിഷം സിദ്ധുവിന്റെ മരുന്നിൽ കലർത്തിയേ പറ്റൂ. കുട്ടൻ ഈ മരുന്ന് കുടിച്ച്. വേണോ? ആ വേണം, മരുന്ന് കുടിക്കേ. വേണോ? കുടിക്കേ. ഗുഡ് ബോയ്. എന്ത് പറ്റി മാലാകെ? കൈവേനിക്കണ്ടോ? നോക്കട്ടെ. കൈവേനിക്കാണല്ലോ. എന്ത് ചെയ്യാ? ഞാൻ മാലായ്ക്ക് മരുന്ന് കൊടുത്തരേ. ഒരു മരുന്നുണ്ട്. ഞാൻ പെരട്ടിത്തരേ. ഇപ്പൊ മാറിക്കോളല്ല. വേനുണ്ടോ? ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യന് എങ്ങനെ എന്റെ അച്ഛന്റെ ജീവൻ എടുക്കാനാവുക? എന്റെ അച്ഛനെ കൊന്നത് സിദ്ധു ആവാൻ ഒരു സാധ്യതയില്ല. ഇതിലെന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. പൊട്ടം മതി. വേദന മാറിയോ? ആ മാറി വരുന്നുണ്ട്. നമുക്ക് ഉറങ്ങിയാലോ കുട്ടാ? ആ ഉറങ്ങാം. എനിക്ക് ഇപ്പൊ തന്നെ ഉറക്കം വരുന്നുണ്ട്. വാ കിടക്കാം. കിടക്കാം. ഉറങ്ങിക്കോ. കുട്ടൻ സുഖമായിട്ട് ഉറങ്ങിക്കോ. എന്തായിരിക്കും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാവുക? മാറിക്കോ, മാറിക്കോ. ബ്രേക്കില്ല. മാറിക്കോ. ബ്രേക്ക് പോയി. കുട്ടാ, മാറിക്കോ. കുട്ടാ, ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല. കുട്ടാ, മാറിക്കോ. കുട്ടാ, കുട്ടാ, ബ്രേക്ക് കിട്ടുന്നില്ല. എന്താ? മാറിക്കോ. കുട്ടാ, അവരെന്നെ പുറകെയുണ്ട്. അവരെന്നെ കൊല്ലാൻ വരിക. മാറിക്കോ. ബ്രേക്കില്ല വണ്ടിക്ക്. എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ. 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 ബ്രേക്കില്ല. എന്നെ അവർ ഫോളോ ചെയ്യാ. മാറിക്കോ. മാറിക്കോ. എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. അവരെന്നെ ഫോളോ ചെയ്യാ. മാറ്. മുന്നിന്ന് മാറ്. വണ്ടി ഇടിക്കും. മാറ്. എനിക്ക് ബ്രേക്ക് ചവിട്ടിട്ട് കിട്ടുന്നില്ല. മാറ്.
ഗോപിക എവിടെ? എന്താ ചേച്ചി? കുട്ടൻ ഉറക്കത്തിനിടയിൽ ആക്സിഡന്റിനെ കുറിച്ച് അവ്യക്തമായിട്ട് ചിലത് മർമർ ചെയ്യാറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ ഇന്നലെ രാത്രിയിലും കുട്ടൻ അതുപോലെ സംസാരിച്ചിരുന്നു. എന്നിട്ട് കുട്ടൻ എന്തൊക്കെയാ സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാനത് മുഴുവൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു. നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. എന്നെ അവര് ഫോളോ ചെയ്യാ. മാറിക്കോ, എനിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. മാറിക്കോ, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ബ്രേക്ക് ഇല്ല, അവരെന്നെ ഫോളോ ചെയ്യാ. മാറ്, മുന്നിന്ന് മാറ്. വണ്ടി ഇടിക്കും. മാറ് മാറ്, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുക. ഏട്ടന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് ഏട്ടനെ ആരോ ഓടിക്കുന്നു എന്നത് വ്യക്തമാണ്. മുന്നിൽ നിന്ന് മാറാൻ പറഞ്ഞത് ഗോപികയുടെ അച്ഛനോടായിരിക്കും. ദേ, ബ്രേക്കില്ലെന്നും പറയുന്നുണ്ട്. എന്നെ അവര് കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും പിന്നാലെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അതിനർത്ഥം അതൊരു സാധാരണ ആക്സിഡന്റ് അല്ല എന്ന. ആരോ ഇതിന്റെ പിന്നിലുണ്ട്. പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആക്സിഡന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനൊരു ആക്സിഡന്റ് ഉണ്ടാക്കിയത്? സിദ്ധുവേട്ടന് ആരും ശത്രുക്കളുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സ്വഭാവമായിരുന്നു ഏട്ടൻ്റേത്. അങ്ങനൊരു വ്യക്തിക്ക് ഒരു ശത്രു ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ പോലും എനിക്ക് പ്രയാസമാണ്. നന്മയുള്ളവർക്കും അന്യർക്ക് ഉപകാരം മാത്രം ചെയ്യുന്നവർക്കൊക്കെ ശത്രുക്കളുണ്ടാവും ഋഷി. കുട്ടനും ശത്രുക്കളുണ്ടായിരുന്നിരിക്കും. പക്ഷേ അത് കുട്ടനോ നിങ്ങളോ തിരിച്ചറിഞ്ഞിരുന്നില്ല എന്ന് മാത്രം. അതാണ് വാസ്തവം. ഏതായാലും ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ഒരു സൂത്രധാരൻ ഉണ്ട്. അയാൾ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അത് അത്യാവശ്യമാണ്. നമുക്ക് കണ്ടുപിടിക്കാം ചേച്ചി. അവൻ എത്ര കൊലകൊമ്പനായാലും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ചേച്ചി ചേച്ചി ഹലോ, പറയും മഞ്ജു. ഹലോ ചേച്ചി, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഹലോ ചേച്ചി, വോയിസ് ബ്രേക്ക് ആവുക. മഞ്ജു ചേച്ചി, ചുമ്മാതല്ല, സിഗ്നൽ കുറവാ. ചേച്ചി ചേച്ചി ഹലോ മഞ്ജുച്ചി, ഇപ്പൊ കേൾക്കാമോ? ഇവൻ ഉറങ്ങിയത് നന്നായി.
ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുക, സിദ്ധുവിനെ ആദ്യം പരിചരിച്ചിരുന്ന ആ കെയർടേക്കറിനെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തണം. ഇന്നെങ്കിൽ ഇന്ന്. എന്നിട്ട് സിദ്ധുവിന്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ നിങ്ങൾ അവനെ ഏൽപ്പിക്കണം. അല്ലമ്മേ, ദേവിക സിദ്ധുവിനെ നല്ല ശ്രദ്ധയോടെ നോക്കുന്നുണ്ടല്ലോ. പിന്നെന്തിനാ വീണ്ടും ആ പഴയ കെയർടേക്കറിനെ വിളിച്ചു വരുത്തുന്നേ? ജാനകി, സ്വന്തം മരുമകളെ നീ ഒറ്റയ്ക്കിരുന്ന് പുകഴ്ത്തിയാ മതി. എന്റെ കൊച്ചുമകന്റെ കാര്യത്തിൽ അവളെ ഉൾപ്പെടുത്തണ്ട. അവന്റെ കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവനെ എനിക്ക് നന്നായി ശ്രദ്ധിച്ചേ മതിയാവും. അതല്ലാതെ മറ്റൊന്നും എനിക്ക് വിഷയമല്ല. അമ്മ, ജാനകി പറഞ്ഞാൽ എന്താ തെറ്റ്? ദേവിക അവൻ എത്ര കാര്യമായിട്ടാണ് പരിചരിക്കുന്നത്. അവന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും അവളായിട്ടുണ്ടാക്കുന്നില്ലല്ലോ. പിന്നെന്തിനാ ഇപ്പോ കെയർടേക്കറെ കുറിച്ച് ചിന്തിക്കുന്നത്? മുത്തശ്ശിക്ക് ഒരു ടെൻഷനും വേണ്ട. കുട്ടനെ ഞാൻ എന്റെ ജീവന് തുല്യം നോക്കിക്കോളാം. ഞാൻ കാരണം കുട്ടന് ഒരു ആപത്തും ഉണ്ടാവില്ല. എന്റെ ഈശ്വരൻ മരണ സത്യം. അതുകൊണ്ട് കുട്ടനെ ശുശ്രൂഷിക്കുന്നതിൽ നിന്നും മുത്തശ്ശി എന്നെ ഒഴിവാക്കരുത്. ഞാൻ കാല് പിടിക്കാം, പ്ലീസ്. മോളെ, അത് മാത്രല്ല, അറിയാലോ കുട്ടനെ ഓരോ അപകടങ്ങൾ വിട്ട് പിന്തുടർന്നോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും കുട്ടന്റെ കാര്യത്തില് വളരെയധികം ശ്രദ്ധ പുലർത്തും. ഞാൻ പറയുന്ന മുത്തശ്ശി ഒന്ന് ഉൾക്കൊള്ളണം. ഈ ഒരു സിറ്റുവേഷനിൽ പുറത്തുനിന്നൊരാളെ ഈ വീടിനുള്ളിൽ കയറ്റുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. ഞാനിത് എല്ലാവരോടുമായിട്ട് പറയാ. പുറത്ത് നിന്ന് ആരും വന്ന് സിദ്ധുവിനൊരാപത്തുണ്ടാക്കാൻ പോകുന്നില്ല. എനിക്ക് പേടി നിന്നെ മാത്രം. അച്ഛന്റെ കൊലയാളി എന്ന ധാരണയില് നീ എപ്പോ വേണമെങ്കിലും എന്റെ കൊച്ചുമകനെ അപകടപ്പെടുത്തും. ആ പേടി എനിക്ക് നന്നായിട്ട് തന്നെയുണ്ട്. അതുകൊണ്ട് പുറമേ നിന്നുള്ള ഒരാളിൽ നിന്നല്ല സിദ്ധുവിനെ രക്ഷിക്കേണ്ടത്, നിന്നിൽ നിന്ന അവനെ സംരക്ഷിക്കേണ്ടത്. മുത്തശ്ശി ഒരിക്കലും എന്നെ അങ്ങനെ പറയരുത്. മുത്തശ്ശി പറയുന്നെല്ലാം കേട്ട് എന്റെ നെഞ്ച് പൊടിയോ മുത്തശ്ശി. ഞാനായിട്ട് എന്റെ കുട്ടനൊരു ദ്രോഹം ചെയ്യില്ല. മുത്തശ്ശി എന്നൊന്ന് വിശ്വസിക്കേ. ഈ വീട്ടിൽ സിദ്ധുവിനെ അത്ര കരുതലോട് പരിപാലിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ദേവികയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് ദേവികയെ ആ ചുമതലയിൽ നിന്ന് മാറ്റുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി അമ്മ വെറുതെ സംസാരിക്കണമെന്നില്ല. ഓ, അപ്പൊ അതാണ് നിങ്ങളുടെ തീരുമാനം? അതെ, മഹിയേട്ടൻ പറഞ്ഞത് തന്നെയാ തീരുമാനം. അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. അമ്മയ്ക്ക് ഞങ്ങൾ പറയുന്നതിൽ വിഷമം തോന്നരുത്. ദേവികയെ നിങ്ങളെ കണ്ണും പൊട്ടി വിശ്വസിക്കേ. ഇതെവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് കാണാം. ദേവികേ, മോള് കരയാതിരിക്കെ. അമ്മ പറഞ്ഞോന്ന് മോള് കാര്യാക്കണ്ട. എന്നാലും മുത്തശ്ശീന്റെ മോൾ ഇത് മനസ്സിൽ നിന്ന് മറന്നു കളയും. എന്നിട്ട് സമാധാനത്തോടെ റൂമിലേക്ക് ചെല്ലുമോളെ.